നമ്മളിത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയെ കുറിച്ചാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളുക. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഓക്കെ, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തിയാണ് എം.എൻ. റോയ്. ഓക്കെ, അദ്ദേഹം ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന അദ്ദേഹത്തിന്റെ പത്രത്തിലൂടെയാണ് ആവശ്യപ്പെടുന്നത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്നുള്ള ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? എം.എൻ. റോയ് ആണ്. എം.എൻ. റോയ് അദ്ദേഹത്തിന്റെ ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആവശ്യപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരാജ് പാർട്ടിയാണ്. ഈ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരാരൊക്കെയാണ്? സി.ആർ. ദാസ്, മോത്തിലാൽ നെഹ്റു. സി.ആർ. ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് എന്തിന്റെ സ്ഥാപകര്? ഈ പറയുന്ന സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തി എം.എൻ. റോയ് ആണ്. ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെയാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട രാഷ്ട്രീയ സംഘടനയാണ് സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരാണ് സി.ആർ. ദാസ്, മോത്തിലാൽ നെഹ്റു. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട INC-യുടെ സമ്മേളനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈസ്പൂർ സമ്മേളനമാണ്. ഈ ഫൈസ്പൂർ സമ്മേളനം നടന്ന വർഷം 1937 ഫൈസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ശ്രദ്ധിച്ചോളുക, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആവശ്യപ്പെട്ട INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം എന്ന് പറയുന്നത് ഏതാണ്? ഫൈസ്പൂർ സമ്മേളനം. ഏത് വർഷമാണ്? 1937. ആ ഫൈസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? ജവഹർലാൽ നെഹ്റു. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന എന്ന ആശയം അല്ലെങ്കിൽ എന്ന നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏത്? വേവൽ പ്ലാൻ. 1945 വേവൽ പ്ലാൻ. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് വേവൽ പ്ലാൻ ആണ്. 1945 വേവൽ പ്ലാൻ. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന അന്നത്തെ വൈസ്രോയി ആയിരുന്നു ആരെന്ന് പറയുന്നത്? ലോർഡ് വേവൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനിയും നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടത് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ സഹായിക്കാൻ വേണ്ടി ഒരു സമിതിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. ആ ഇന്ത്യയിലേക്ക് ഒരു ഭരണഘടനാ നിർമ്മാണത്തിന് ഒരു സമിതിയെ കൊണ്ടുവന്നു. ആ സമിതിയുടെ പേരാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ക്യാബിനറ്റ് മിഷന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ക്യാബിനറ്റ് മിഷൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? വേവൽ പ്ലാനിന്റെ ശുപാർശ പ്രകാരം അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലിയാണ് ക്യാബിനറ്റ് മിഷനെ ഇങ്ങോട്ട് അയക്കുന്നത്. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1946 മാർച്ച് 24 1946 മാർച്ച് 24 ഈ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ എന്നറിയപ്പെടുന്നത് 3 പേരുണ്ട്. സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ, പൃഥ്വിക് ലോറൻസ്. ഇതിന്റെ ചെയർമാനായിരുന്നു പൃഥ്വിക് ലോറൻസ്. ഇനിയും ഈ ക്യാബിനറ്റ് മിഷൻ ആദ്യ കരട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരിച്ചത് 1946 മെയ് 16. വളരെ ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്, മാറിപ്പോകരുത്. 46 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി. ക്യാബിനറ്റ് മിഷൻ ആദ്യ കരട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് 1946 മെയ് 16. മാറിപ്പോകരുത്. അപ്പോൾ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ, പൃഥ്വിക് ലോറൻസ് ആണ്. ഇതിന്റെ ചെയർമാൻ എന്നറിയപ്പെടുന്നത് പൃഥ്വിക് ലോറൻസ് ആയിരുന്നു. ഇനിയും ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് അഥവാ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിച്ചത് 46 ഡിസംബർ 6 അപ്പോ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നു. ക്യാബിനറ്റ് മിഷന്റെ കരട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1946 സെപ്റ്റംബർ 2 ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചു. 46 സെപ്റ്റംബർ 2 ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചു. ആ ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ് വേവൽ പ്രഭുവാണ്. ആ ഇടക്കാല ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. പ്രധാനമന്ത്രി എന്ന് പറയുന്ന പദവി അല്ല.
ഓക്കെ, വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. കൃഷി മന്ത്രി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏകദേശം 11ഓളം മന്ത്രിമാരുടെ ഒരു സമിതി രൂപീകരിച്ചിരുന്നു. അതിന് ഇടക്കാല മന്ത്രിസഭ എന്നറിയപ്പെട്ടിരുന്നു. ആ ഇടക്കാല മന്ത്രിസഭയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ സ്ഥിര അംഗങ്ങൾ എന്നറിയപ്പെടുന്നത് 389 പേരാണ്. അതായത് 389 പേരാണ് പെർമനന്റ് അംഗങ്ങൾ അഥവാ സ്ഥിര അംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനിയും ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ വനിതാ അംഗങ്ങൾ 17 പേരാണ്. വനിതാ അംഗങ്ങൾ 17 പേരാണ്. അതിൽ മലയാളികളായ വനിതകൾ 3 പേരാണ്. മലയാളി വനിതകൾ 3 പേരാണ്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്കറിൻ. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസ് പ്രൊവിൻസിൽ നിന്നുള്ള അംഗങ്ങളാണ്. ആനി മസ്കറിൻ തിരുവിതാംകൂറിൽ നിന്നുള്ള അംഗമാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 17 വനിതകളും 17. അതിൽ മലയാളി വനിതകൾ 3 പേരാണ്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്കറിൻ. ഇനിയും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രഥമ സമ്മേളനം നടന്നത് 46 ഡിസംബർ മാസം 9-നാണ്. ഈ 46 ഡിസംബർ 9-ന് ആരംഭിച്ച പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തത് 207 പേരാണ്. പ്രഥമ സമ്മേളനത്തിൽ 207 പേരായിരുന്നു. അതിൽ വനിതകൾ 9. അതിൽ വനിതകൾ എത്രയായിരുന്നു? 9 വനിതകളായിരുന്നു. ഇനിയും ഈ പ്രഥമ സമ്മേളനത്തിൽ 207 പേര് പങ്കെടുത്തു. അതേപോലെ തന്നെ പ്രഥമ സമ്മേളനത്തിൽ 9 വനിതകൾ പങ്കെടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും ഈ പ്രഥമ സമ്മേളനത്തിന്റെ താൽക്കാലിക ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. പ്രഥമ സമ്മേളനത്തിന്റെ താൽക്കാലിക ചെയർമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഈ പ്രഥമ സമ്മേളനത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അല്ലെങ്കിൽ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി സംസാരിച്ചത് JB കൃപലാനിയാണ്. ഇനിയും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പെർമനന്റ് ചെയർമാനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. എന്ന് തിരഞ്ഞെടുത്തു? 46 ഡിസംബർ മാസം 11-ന്. അപ്പൊ 46 ഡിസംബർ 11-ന് പെർമനന്റ് ചെയർമാനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ അഥവാ നിയമ ഉപദേഷ്ടാവായിരുന്നു BN റാവു. ആരാണ് ഈ BN റാവു? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ഇന്ത്യക്കാരനായ ആദ്യ ജഡ്ജാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറഞ്ഞാൽ എന്താണ്? UNO എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ. ഇതിലെ 6 ഘടകങ്ങളുണ്ട്. അതിലെ 4ാമത്തെ ഘടകമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്ന് പറയുന്നത്. ആ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗിലാണ്. ഹേഗ് എവിടെയാണ്? നെതർലൻഡിലാണ്. ഈ ICJയുടെ പ്രത്യേകത എന്താണ്? ICJയുടെ പ്രത്യേകത? അംഗരാജ്യങ്ങൾ തമ്മിൽ, അതായത് UN അംഗരാജ്യങ്ങൾ 193 ആ 193 അംഗരാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള ഒരു കോടതിയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ആ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ എത്ര ജഡ്ജിമാരുണ്ട്? 15 ജഡ്ജിമാരുണ്ട്. കാലാവധി എത്രയാണ്? 9 വർഷമാണ്. അതിൽ ഇന്ത്യക്കാരനായ ആദ്യ ജഡ്ജിയാണ് ആരെന്ന് പറയുന്നത്? BN റാവു. ഇന്ന് വരെ 4 പേരാണ് ICJയിൽ ഇന്ത്യക്കാരായിട്ട് പോയിരിക്കുന്ന ജഡ്ജിമാര്. 1 BN റാവു, 2 നാഗേന്ദ്ര സിൻഹ, 3 RS പഥക്, 4 നിലവിലുള്ള വ്യക്തിയാണ് ദൽബീർ ഭണ്ഡാരി. ആരാണ്? ദൽബീർ ഭണ്ഡാരി. അപ്പോൾ പ്രസന്റ് ആയിട്ടുള്ള ദൽബീർ ഭണ്ഡാരിയും ആദ്യത്തെ BN റാവുവിനെ മറക്കരുത്. BN റാവു തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെയും ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത്. ഇനിയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു ആര്? HC മുഖർജിയാണ് ഡെപ്യൂട്ടി ചെയർമാൻ. ആദ്യമായി സംസാരിച്ചത് JB കൃപലാനിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഓൾറെഡി. ഇനിയും നമ്മുടെ ഭരണഘടന പൂർത്തീകരിക്കുവാൻ വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് 2 വർഷവും 11 മാസവും 17 ദിവസവും കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഭരണഘടന രൂപീകരിച്ചത്. 2 വർഷം 11 മാസവും 17 ദിവസവും കഷ്ടപ്പെട്ട് രൂപീകരിച്ചതാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്.